നമ്മളെ ഏറ്റെടുക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബലം പ്രാപിക്കും. ചിലപ്പോൾ നിങ്ങൾ നല്ല ആൾക്കാരായിരിക്കും, നിങ്ങളോട് ചെയ്ത അപരാധങ്ങളായിരിക്കും, നിങ്ങളെ റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. എഴുതി തള്ളാത്തോടത്തോളം കാലം ആ തിന്മയിൽ നിങ്ങൾ നിൽക്കുകയാണ്. നിങ്ങളുടെ ശത്രു നിങ്ങളോട് ചെയ്ത തിന്മയിൽ തന്നെ നിങ്ങൾ നിൽക്കുകയാണ്. സുവിശേഷം രണ്ടിനെ ഒരുപോലെ കണ്ടത്. ഇടി കൊണ്ടവനെയും ഇടിച്ചവനെയും സുവിശേഷം പ്രതിയായിട്ട് തന്നെ കാണുന്നത്. എന്താ കാര്യം എന്നറിയാമോ? കർത്താവിനെ സ്വീകരിച്ചവനാണെങ്കിൽ ഇടി കൊണ്ടവൻ കർത്താവിൻ്റെ നാമത്തിൽ റൈറ്റ് ഓഫ് ചെയ്യും. ഈ വിശുദ്ധന്മാരുടെ ജീവിതം മുഴുവൻ അതല്ലേ കർത്താവ് റൈറ്റ് ഓഫ് ചെയ്യണം. നിൻ്റെ ഒരു കർണത്തടിക്കണവന് മറുകർണം കാണിച്ചു കൊടുക്കും, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? അതിനേക്കാൾ വലുതാണ്, നിന്നെ തല്ലിയവനേക്കാൾ വലുതാണ് ദൈവം നിനക്ക്. അപ്പോൾ ദൈവത്തെക്കാൾ വലുതാണ് എന്നെ തല്ലിയവനെന്ന് പറയുമ്പോഴേ തല്ലിയവനല്ലേ നിൻ്റെ ദൈവം. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഇത്തിരി പാടാണ്. അപ്പോൾ നിങ്ങൾ ഓർത്താ ഇത് ഈസിയാണെന്ന്. ഈസി അല്ല, ഇത് ഈസി അല്ലെന്ന് മനസ്സിലാകുമ്പോൾ ഈ കുരിശക്കാരി തുണിയില്ലാ കിടക്കണ കാണുമ്പോൾ മനസ്സിലാവണില്ല ഈസി അല്ലെന്ന്. ഈസി അല്ലേ ഇത്? പക്ഷേ നമ്മളത് വില കൊടുക്കണം. ചില ആൾക്കാർ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി, ഞാൻ എപ്പോഴും ഓർക്കുവേ, ബൈബിള് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഉപാധി എന്ന് പറയണത്, കണ്ടീഷൻ എന്ന് പറയണത് ക്രിസ്തുവാണ്. ഇങ്ങനെ കണ്ടീഷൻ വെച്ച് ലോകത്ത് ആരുമില്ല. ഒരു മതനേതാക്കന്മാരും കണ്ടീഷൻ വെച്ച് പറയാൻ പറ്റത്തില്ല. കണ്ടീഷൻ വെച്ച് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനിത് ക്ഷമിക്കുന്നു എന്ന് പറയാൻ വേറെ ആരെക്കുറിച്ചും പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം? അവൻ നമുക്ക് വേണ്ടി അതുപോലെ ക്ഷമിച്ചത് കൊണ്ടാണ്, അവൻ നമുക്ക് വേണ്ടി അതുപോലെ സഹിച്ചത് കൊണ്ടാണ്, അവൻ്റെ സഹനത്തെ പിതാവ് ഏറ്റെടുത്ത് അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചത് കൃപയും മഹത്വവും മാറ്റിയത് കൊണ്ടാണ് അവൻ വിലയുള്ളവനായി മാറണത്. അതുകൊണ്ട് നമ്മുടെ സഹനങ്ങൾ, നമുക്ക് പരാജയം തന്നവർ, നമ്മളെ സങ്കടപ്പെടുത്തിയവർ, അവരോട് നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ, അവൻ്റെ നാമത്തിലാണ് എല്ലാ സംഭവവും.